ഹായ് എവരിവൺ. ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ, ഇതിൽ നിന്ന് ഒരു വീഡിയോ വരുന്ന നേരത്ത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. കന്നഡ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ തുടങ്ങിയ ഒരു ചാനലല്ല ഇത്. പക്ഷേ ആദ്യത്തെ കുറേ നാളുകൾ കന്നഡ പഠിപ്പിക്കുന്ന വീഡിയോസ് മാത്രമായിരുന്നു നമ്മുടെ ഈ ചാനലിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു, മലയാളികളെ കന്നഡ പഠിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് കന്നഡക്കാരെ മലയാളം പഠിപ്പിച്ചുകൂടാ എന്ന്. അതുകൊണ്ട് കന്നഡയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം മലയാളത്തിലും ചെയ്യാൻ തുടങ്ങി. അതായത് കന്നഡ പഠിപ്പിക്കുന്ന വീഡിയോകളുടെ അതേപടി ഞാൻ മലയാളത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലൂടെ തെലുഗുവും പഠിപ്പിക്കുന്നുണ്ട്. ഇനി കുറച്ച് വാഗ്ദാനങ്ങൾ ഞാൻ നിറവേറ്റാനുണ്ട്. ഇറ്റാലിയൻ, ബംഗാളി, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കുകയാണെങ്കിൽ അത് ബേസിക് മുതലായിരിക്കില്ല. കാരണം എല്ലാവരുടെയും ലെവൽ ഓഫ് നോളജ് വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഒരു ഇംഗ്ലീഷ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ടിരിക്കുന്ന ഒരു സിനിമയായിരിക്കണം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. അതിനകത്ത് ആ കൊച്ചു മിടുക്കൻ പയ്യൻ, പുള്ളിക്ക് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കാൻ വരുന്ന വാദ്യാരെ കുഴപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ആ സിനിമയ്ക്കകത്ത് പറയുന്നില്ല. ആ മാഷ് അതോടെ പഠിപ്പിക്കൽ നിർത്തി അവസാനിപ്പിച്ചു പോവുകയാണ്. മലയാളികളെ വേണ്ട, ഇന്ത്യക്കാരെ മൊത്തം കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു, എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, എത്രാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നത്. നിങ്ങൾക്ക് ക്വാറ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. പല മേഖലയിലുള്ള വ്യത്യസ്തരായ എക്സ്പേർട്ടുകൾ അവർക്ക് എന്താണോ അവർക്ക് തോന്നുന്നത്, അതിന് ഉത്തരമായി തോന്നുന്നത്, അത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി, നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഉത്തരങ്ങൾ ബ്രൗസ് ചെയ്യാൻ നമുക്ക് അക്കൗണ്ട് ആവണമെന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതിന്റെ ഉത്തരം, ഈ ചോദ്യം പിന്നെ ഇതിന്റെ ഉത്തരം ഇതൊക്കെ ക്വാറയിൽ ഉണ്ടോ എന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അന്നേരം വളരെ രസകരമായ കുറച്ച് ഉത്തരങ്ങളോട് ഞാൻ കടന്നുപോയി. അപ്പം ആദ്യം അത് വെച്ച് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഇതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയാണ്: ഹൗ ക്യാൻ ഐ ഫ്രെയിം എ ക്വസ്റ്റ്യൻ വിച്ച് ആൻസേഴ്സ് നരേന്ദ്രമോദി ഈസ് ദ 15th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നരേന്ദ്രമോദി ഈസ് ദ 15th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ 15ാമത്തെ പ്രധാനമന്ത്രി എന്ന ഉത്തരം കിട്ടാനായിട്ട് ഏത് ചോദ്യം ചോദിച്ചാലാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിരിക്കുക എന്നാണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഇതിനകത്ത് വ്യത്യസ്തരായ ആൾക്കാർ അവർക്ക് എന്താണ് തോന്നുന്നത് എന്ന് രസകരമായി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചൊന്ന് വായിക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, ഹു ഈസ് ദ 15th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. സിമ്പിൾ, പ്ലെയിൻ, ഒരു സേഫ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആരായിരുന്നു ഇന്ത്യയുടെ 15ാമത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ മതി. അതിന് ഉത്തരമായിട്ട് നമുക്ക് വേണം പറയാം, നരേന്ദ്രമോദി ഈസ് ദ 15th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പക്ഷേ എത്രാമത്തെ എന്നത് അവിടെ വരുന്നില്ല. കാരണം ഹു ഈസ് ദ 15th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 15ാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു അത്രയും പറയുന്നുള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹു ഈസ് നരേന്ദ്രമോദി. ഓക്കെ, ഹു ഈസ് നരേന്ദ്രമോദി ഡയറക്റ്റ് ആയിട്ട് ഒറ്റ സെന്റൻസിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പുള്ളി ഒരു പ്രധാനമന്ത്രിയാണ് എന്നാണ്, അല്ലെങ്കിൽ പുള്ളി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതിനകത്തും എത്രാമത്തെ പ്രധാനമന്ത്രി എന്ന് ഉത്തരത്തിൽ ചിലപ്പോൾ പറഞ്ഞു വരില്ല. ഓക്കെ, അപ്പം ആ ചോദ്യവും ഇൻവാലിഡ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ഒരെണ്ണം കൂടിയുണ്ട്. നരേന്ദ്രമോദി ഹാസ് ബിക്കം ഡാഷ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നരേന്ദ്രമോദി ഇന്ത്യയുടെ ഡാഷാമത്തെ പ്രധാനമന്ത്രിയായി. അതാണ് ആ ചോദ്യം. ഓക്കെ, ഇതിന് വേണമെങ്കിൽ കൃത്യമാണ് ഉത്തരം പറയാം. പക്ഷേ നമ്മൾ ഡാഷ് വെച്ചിട്ടല്ലോ നമുക്ക് ഉത്തരം വേണ്ടത്. ഓക്കെ, ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. കുറെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നാമത്തെ ഒരു ചോദ്യം, വിത്ത് റിഗാർഡ് ടു ദ സക്സഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, വാട്ട് ഈസ് ദ ഓർഡിനൽ പൊസിഷൻ ഓഫ് നരേന്ദ്രമോദി. ഓക്കെ, ഇത് നമ്മൾ പോയിട്ട് ഒരു ബ്രിട്ടീഷുകാരനോടോ അമേരിക്കക്കാരോടോ വരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷൻ ആവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, വിത്ത് റിഗാർഡ് ടു ദ സക്സഷൻ ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, പ്രധാനമന്ത്രിമാരുടെ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പൊസിഷനിൽ ജോലി ചെയ്തതിനു ശേഷം അടുത്തയാൾ അയാളെ പിന്തുടർന്ന് ആ പൊസിഷൻ ഏറ്റെടുക്കുന്നതിന് സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പിന്തുടർച്ചാവകാശികളുടെ ലിസ്റ്റിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനം എത്രാമത്തെയാണ്? വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഇഫ് വി കൺസിഡർ ദ ക്രോണോളജിക്കൽ സീക്വൻസ്, then at what position or index does Narendra Modi come in the list of prime ministers of India? ഓക്കെ, ഇത്രയും വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് പഠിച്ച് ഈസി ആയിട്ട് പറയാവുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, വേറൊരു ചോദ്യം ഞാൻ പറയാം. ഇത് ആക്ച്വലി
എന്താ പറയുന്നത്, കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ ചോദിച്ച ചോദ്യമാണ്. ഇഫ് മൻമോഹൻ സിംഗ് ഈസ് ദ 14th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഹു ഈസ് ദ 15th? സിമ്പിൾ അല്ലേ? മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ ആരാണ് 15ാമത്? മൻമോഹൻ സിംഗ് കഴിഞ്ഞ ശേഷം നരേന്ദ്രമോദി നമുക്കറിയാം. പിന്നെയും കുറെ ഉണ്ട്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് നരേന്ദ്രമോദി ഇൻ ദ ലിസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രാമത്തെ പൊസിഷനിലാണ് നരേന്ദ്രമോദി? ഇനി അടുത്തൊരു ചോദ്യം പറയാം. ഈസ് നരേന്ദ്രമോദി ദ 14th, 15th ഓർ 16th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നരേന്ദ്രമോദി ഇന്ത്യയുടെ 14ാമത്തെയോ 15ാമത്തെയോ 16ാമത്തെയോ ഏത് പ്രധാനമന്ത്രിയായിരുന്നു എന്നാണ്. ഓക്കെ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആക്ച്വലി ഇതൊക്കെ ഒരു കൺവീനിയന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുകയാണ്. ഞാൻ മുൻപ് എപ്പോഴും ഏതൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഹൗ മെനി യെത്ത് എന്ന് പറഞ്ഞൊരു വാക്ക്. പക്ഷേ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഒഫീഷ്യലായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഇങ്ങനൊരു വാക്കില്ല. ഹൗ മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്നാണ് അർത്ഥം, എത്ര എണ്ണം. ഈ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷ് 2 വാക്കുകളുണ്ട്, ഒന്ന് ഹൗ മെനി, ഒന്ന് ഹൗ മച്ച്. ഹൗ മെനി എന്ന് പറയുന്ന നേരത്ത് എത്ര എണ്ണം എന്നാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് എന്ന് വെച്ചാൽ എത്രമാത്രം. അപ്പം അതിനകത്ത് ഈ എത്ര എണ്ണം എന്ന് പറഞ്ഞല്ലോ, ഹൗ മെനി, അതിനകത്ത് ഹൗ മെനി യെത്ത്, ഇത്രാമത്തെ. കാരണം 1 മുതൽ 4 വരെ, 1 മുതൽ 3 വരെ ശരിക്കും ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആണ്. ഓക്കെ, 1 എഴുതി ST, 2 എഴുതി ND, 3 എഴുതി RD, തേർഡ്. പിന്നെ അവിടെ നോട്ട് എല്ലാം TH ആണ്. 4th, 5th, 6th, 7th, 8th, 9th, 10th, 11th, 12th, ഈവൻ 21st, 22nd, 23rd അവിടെ അങ്ങോട്ട് പോകും. അതുപോലെ 31st, 32nd, 33rd, 41st, 42nd, 43rd. പക്ഷെ അത് ആ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം TH ആണ്. അപ്പം 14th, 15th, 16th എന്നൊക്കെ പറയുന്ന നേരത്ത് ആ TH എടുത്ത് ഈ ഹൗ മെനി എന്ന് പറഞ്ഞ ചോദ്യത്തിനൊപ്പം ഹൗ മെനിയത്ത് എന്ന് ചോദിക്കുന്ന ഒരു പതിവ് ഞാൻ കണ്ടു ആ ഒരു പുസ്തകത്തിൽ. പക്ഷെ ആ പുസ്തകത്തിന് അത്ര നിലവാരമുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എന്താണ് ഇതിന്റെ ശരിയായൊരു വാക്ക്? ഇങ്ങനെ ശരിയായൊരു വാക്കുണ്ടോ? വാട്ട് ഈസ് ദ ഓർഡിനൽ പൊസിഷൻ ഓഫ് നരേന്ദ്രമോദി എന്ന് ചോദിച്ചാൽ മതിയോ? വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റേറ്റസ് എന്ന് ചോദിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഇൻ വിച്ച് നരേന്ദ്രമോദി ഹാസ് ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ദ ലിസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു വരുമ്പോഴേക്കും പ്രധാനമന്ത്രി മാറി വേറെ ആളായിട്ടുണ്ടാവും. ഓക്കെ, ഇന്ത്യയുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം ഇതിന് ഉത്തരം പറയണമല്ലോ. കാരണം ഇത്രയൊക്കെ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. ആ ഒരു ചോദ്യം നമുക്ക് ഉത്തരം പറയാം. അതിനു മുൻപ് നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണ് അവരുടെ ഭാഷയിൽ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നേറ്റീവ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാതൃഭാഷയായി സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താണ് പറയുന്നത്? അവർ ഈ ഇങ്ങനെ ചുമ്മാ കൺഫ്യൂഷൻ ആക്കി വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ സ്റ്റേറ്റസ് ആൻഡ് ഓർഡർ ആൻഡ് ഒന്നും പറഞ്ഞു വരില്ല. ഓക്കെ, ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ കാണിക്കാം. ചെറിയൊരു ക്ലിപ്പാണ്. What number president was Ben Franklin? I have no idea. Best guess. 3. ഓക്കെ, ഇതിനകത്ത് പറയുന്ന ബെൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഈ പുള്ളി ചോദിക്കുന്ന ചിലപ്പം കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ സബ് ടൈറ്റിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, What number president was Ben Franklin? I have no idea. Best guess. 3. What number president was Ben Franklin? 13. He wasn't ever president, right? Right. ഓക്കെ, പറയുന്നതേ ഉള്ളൂ. വാട്ട് നമ്പർ പ്രസിഡന്റ് വാസ് ബെൻ ഫ്രാങ്ക്ലിൻ? വാട്ട് നമ്പർ പ്രസിഡന്റ് വാസ് ബെൻ ഫ്രാങ്ക്ലിൻ? ബെൻ ഫ്രാങ്ക്ലിൻ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് എന്ന് ചോദിക്കാനായിട്ട് വാട്ട് നമ്പർ പ്രസിഡന്റ്. ഓക്കെ, നമുക്കിത് കേൾക്കുമ്പോൾ ഒരു രസമില്ല, നമുക്ക് കുറെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് കുറച്ച് വലിയ സെന്റൻസ് ആയിരിക്കണം. ഇൻ ദ ക്രോണോളജിക്കൽ സ്റ്റേറ്റസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന നേരത്ത് ഡോക്ടർ പറയുവാണ്, പ്രശ്നമൊന്നുമില്ല, പൊക്കോ, നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടത് കുറച്ച് ഫ്രഷ് എയറും കുറച്ച് നല്ല ഭക്ഷണവും കുറച്ച് ആവശ്യത്തിന് റിലാക്സേഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇയാൾ കൊള്ളത്തില്ല. പക്ഷെ അയാൾ വലിയൊരു ലിസ്റ്റ് അടിച്ചു തരുവാണെങ്കിൽ കൊള്ളാലോ, നല്ല ഡോക്ടറാണല്ലോ, നല്ല മരുന്നൊക്കെ തന്നല്ലോ എന്നാണ്. വാട്ട് നമ്പർ പ്രസിഡന്റ് വാസ് ബെൻ ഫ്രാങ്ക്ലിൻ? വാട്ട് നമ്പർ പ്രൈം മിനിസ്റ്റർ വാസ് നരേന്ദ്രമോദി? എന്ന് പറയണമെങ്കിൽ നരേന്ദ്രമോദി ഓൾറെഡി റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്തൊരു വേറൊരു പ്രധാനമന്ത്രി വരികയോ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴും നടക്കുന്ന കാര്യത്തെ പറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് നമ്പർ പ്രൈം മിനിസ്റ്റർ ഈസ് നരേന്ദ്രമോദി? നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? സ്വാഭാവികം നമുക്ക് ചോദിക്കാം, ഇന്ത്യയുടെ എന്ന് പറയുന്നില്ല. ഓഫ് കോഴ്സ് ആഡ് ചെയ്താൽ മതി. വാട്ട് നമ്പർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ്
നരേന്ദ്രമോദി. ഓക്കെ, ഉത്തരം വളരെ സിമ്പിൾ ആണല്ലോ. ഇനി സംസാര ഭാഷയിൽ വാട്ട് നമ്പർ പ്രസിഡന്റ് വാസ് ബെൻ ഫ്രാങ്ക്ലിൻ എന്നൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു. ഈ നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതൽ സംസാരിക്കുന്ന നേരത്ത്, അതായത് ഇങ്ങനെ ഫ്ലോയിൽ സംസാരിക്കുന്ന നേരത്ത് ഈ വാട്ട് നമ്പർ പ്രസിഡന്റ് എന്ന് പോലും പറയുന്നില്ല. ക്ലിപ്പ് കാണിച്ചു തരാം. Former president was Ben Franklin. Oh, I have no idea. Best guess. 26. It's a good answer. വളരെ ഫാസ്റ്റ് ആയി ഒന്നുകൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. Former president was Ben Franklin. Oh, I have no idea. Best guess. 26. It's a good answer. What president was Ben Franklin? What president was Ben Franklin? ബെൻ ഫ്രാങ്ക്ലിൻ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ചോദിക്കാനായിട്ട് വാട്ട് പ്രസിഡന്റ് എന്ന് പറയുന്നു, വാട്ട് നമ്പർ പ്രസിഡന്റ് എന്ന് പറയുന്നേ ഇല്ല. ഓക്കെ, കുറെ നാളത്തെ നമ്മുടെ ഒരു തെരച്ചിലിന് ഒരു അവസാനമായി എന്ന് കരുതുന്നു. ഈ ഒരു ക്ലിപ്പ് കൂടി ഒന്ന് കണ്ടു നോക്കൂ. Or just Google it. What number president was George Washington? What number president? That's one. First? He's the first president. Oh, yeah? Huh. I didn't know that. Of course he knows that. ഓക്കെ, അപ്പം അത്രയും പറയുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലവ് യു ഓൾ, ബൈ.